ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. BBAയുടെ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. 2017 ഏപ്രിൽ മാസം നടന്ന എക്സാമിൻ്റെ പേപ്പറാണിത്. സോ നമുക്ക് പ്രധാനപ്പെട്ട ഓരോ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് പ്രൊഡക്റ്റ് മിക്സ്? പ്രൊഡക്റ്റ് മിക്സ് എന്നാൽ എന്ത്? ഉൽപ്പന്ന മിശ്രിതം എന്നാൽ എന്ത് എന്ന ചോദ്യമാണ് ആദ്യമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് മിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് അസോർട്ട്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, refers to the complete set of products and or services offered by a firm or a business or a company. ഒരു സ്ഥാപനം ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളെയും, എല്ലാ ഉൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സർവീസുകളെയും, സേവനങ്ങളെയും നമുക്ക് പറയാൻ സാധിക്കും? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുവാൻ സാധിക്കും. ഒരു കമ്പനിയിൽ നിന്നും നൽകപ്പെടുന്ന എല്ലാവിധ പ്രൊഡക്റ്റുകളെയും എല്ലാ സേവനങ്ങളെയും നമുക്ക് പറയാം? അതിനെ ആകെ മൊത്തം നമുക്ക് പറയാൻ സാധിക്കും? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുവാൻ സാധിക്കും. പ്രൊഡക്റ്റ് മിക്സിനെ പ്രൊഡക്റ്റ് അസോർട്ട്മെൻ്റ് എന്നും പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്നുമെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കൊക്കക്കോള, ഫാൻറ്റ, സ്പ്രൈറ്റ്, ഡയറ്റ് കോക്ക്, കോക്ക് സീറോ പോലെയുള്ളവ. മിനിറ്റ് മെയ്ഡ് എന്ന് പറയുന്ന ഒരു കേസിൽ ഗ്വാവ, അതുപോലെ തന്നെ ഓറഞ്ച്, ഓരോ ക്ലാസിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താണ്? കൊക്കക്കോളയുടെ ഒരു പ്രോഡക്റ്റ് മിക്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതാണ്, ബ്രിങ് ഔട്ട് ദി കൺസെപ്റ്റ് ഓഫ് ബ്രാൻഡ് റിജുവിനേഷൻ. ബ്രാൻഡ് റിജുവിനേഷൻ എന്നാൽ എന്താണ് എന്ന ആശയം എന്താണ് എന്നാണ് പറയുന്നത്. ബ്രാൻഡ് റിജുവിനേഷൻ ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ഹൗ കൺസ്യൂമേഴ്സ് സീ യുവർ ബ്രാൻഡ്. ഒരു കമ്പനിയുടെ ബ്രാൻഡിനെ ആളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബ്രാൻഡിനെ ഒരു കൺസ്യൂമേഴ്സ് നോക്കിക്കാണുന്നതിന് എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റുക എന്നുള്ളതാണെന്ത്? ഒരു കസ്റ്റമറുടെ ഒരു പെർസെപ്ഷനെ, കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബ്രാൻഡിനോടുള്ള ഒരു പെർസെപ്ഷനെ, ഒരു കാഴ്ചപ്പാടിനെ മാറ്റുക എന്നുള്ളതാണ് ബ്രാൻഡ് റിജുവിനേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് മീൻസ് കീപ്പിംഗ് ദി ഫണ്ടമെൻ്റൽസ് ദി സെയിം. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ, ബട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇമേജ് ടു പ്രസൻറ്റ് ഇറ്റ് ഇൻ എ ബോൾഡ് ന്യൂ വേ. പക്ഷേ ഉൽപ്പന്നത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്ഡേറ്റിംഗ് എലമെൻറ്റ്സ് ലൈക്ക് ദി ലോഗോ, കളർ സ്കീം, ടോൺ ഓഫ് വോയിസ്, വെബ്സൈറ്റ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട്, കമ്പനിയുടെ വോയിസിൽ അതിൻ്റെ ട്യൂണിൽ മാറ്റം വരുത്തിക്കൊണ്ട്, കമ്പനിയുടെ ലോഗോയുടെ കളർ സ്കീമിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ലോഗോയിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ ബ്രാൻഡ് റിജുവിനേഷൻ സാധ്യമാകും. നിലവിലുള്ള ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിനെ പുതിയ രീതിയിലേക്ക്, അതിനൊരു പുതിയ ഇമേജ് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇത്. എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നു. വോഡഫോണും ഐഡിയയും വി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറി, ബ്രാൻഡ് റിജുവിനേഷൻ്റെ ഭാഗമായിക്കൊണ്ട്. അടുത്ത ചോദ്യമാണ്, ഡിഫൈൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ് എന്ന് ചോദിക്കാം. അതിൻ്റെ ഡെഫിനീഷനാണ്, നിർവചനമാണ് ചോദിക്കുക. ഡെഫിനീഷൻ തന്നെ എഴുതി വെക്കണം, മീനിങ് അല്ല എഴുതി വെക്കേണ്ടത്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ മാനേജിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ വേസ് ദാറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ AMA പുറത്തിറക്കിയിട്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനീഷനാണ് 2004. ഈ ഡെഫിനീഷൻ എന്ന് പറയുന്നത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടും. ഡെഫിനീഷനിൽ നമുക്ക് പിന്നെ ചേഞ്ച് വരുത്താൻ പറ്റില്ല. ഡെഫിനീഷൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അടുത്തതാണ്, എക്സ്പ്ലെയിൻ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ. കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ബയർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ബയിങ് മോട്ടീവ്സ്. ബയിങ് മോട്ടീവ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ് ഇത്, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. എബ്രഹാം മാസ്ലോ തയ്യാറാക്കിയിട്ടുള്ള
നമ്മുടെ മോട്ടീവ്സിൻ്റെ, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നീഡ്സിനനുസരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പിരമിഡ് രൂപത്തിലുള്ള ഒരു തിയറിയാണ് ഇത്, അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. എബ്രഹാം മാസ്ലോ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദി തിയറി ഓഫ് മോട്ടിവേഷൻ ഓർ നീഡ് ഹൈറാർക്കി തിയറി. സോ ഈ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ 5 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നീഡ്സുമായി ബന്ധപ്പെട്ട്, ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ട ഘട്ടമാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ളത്. ഫുഡ്, വാട്ടർ, റെസ്റ്റ്, ഷെൽട്ടറൊക്കെയാണ് അവിടെ വരുന്നത്. രണ്ടാമത്തേതാണ് സേഫ്റ്റി നീഡ്സ്. സോ ഫിസിയോളജിക്കൽ നീഡ്സാണ് ഒന്നാമത്തെ ഘട്ടം, ബേസിക് ആയിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേജാണ് സേഫ്റ്റി നീഡ്സ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. തേർഡ് സ്റ്റേജാണ് ലവ് ഓർ ബിലോങ്ങിങ്നെസ് അഥവാ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, കൊളീഗ്സ് എക്സെട്ര. അതുപോലെ തന്നെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്ന നീഡ്സ് ഉണ്ട്, അതായത് ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് എന്നുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അടുത്തത്. അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ, ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക, ഒരാളുടെ പരമാവധി കഴിവിനെ അയാൾക്ക് പുറത്തിറക്കുവാൻ സാധിക്കുക, അതാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഓൺ ദ ബേസിസ് ഓഫ് ദി ഹ്യൂമൻ നീഡ്സ് ഓർ ഹ്യൂമൻ മോട്ടീവ്സ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മോട്ടീവ്സിൻ്റെ അല്ലെങ്കിൽ നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ത് ചെയ്തിരിക്കുന്നു, 5 സ്റ്റെപ്പുകളായിട്ട് എന്ത് ചെയ്തു, നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ഓർ ബിലോങ്ങിങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് മുതലായവയാണ് അത്. അടുത്തതാണ് വാട്ട് ആർ കൺവീനിയൻസ് ഗുഡ്സ്. എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്? കൺസ്യൂമർ ഗുഡ്സിനെ തരംതിരിച്ചിട്ടുള്ളതിലൊന്നാണ് ഇത് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസ് ഗുഡ്സ് ഈസ് എ കൺസ്യൂമർ ഐറ്റം ദാറ്റ് ഈസ് വൈഡ്ലി അവൈലബിൾ ആൻഡ് പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി വിത്ത് മിനിമൽ എഫേർട്ട്. വളരെ ചുരുങ്ങിയ എഫേർട്ടിൽ എന്ത് ചെയ്യുന്നു, സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന, എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. സോപ്പ്, പേസ്റ്റ്, ഡിറ്റർജൻറ്റ്, ഐസ്ക്രീം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് മാർക്കപ്പ് പ്രൈസിങ് എന്നുള്ളത്. എന്താണ് മാർക്കപ്പ് പ്രൈസിങ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. Markup pricing refers to a pricing strategy wherein the price of a product or service is determined by calculating the sum of the products and a percentage of it as a markup. In other words, it is a method of adding a percentage to a product cost to determine its selling price. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന വില മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ certain percentage എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ്, ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന രീതിയാണ് മാർക്കപ്പ് പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡിഫൈൻ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ പ്രൊമോഷണൽ ടൂൾ. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ paid representatives and prospects that lead to purchase orders, customer satisfaction and post-sale service. അടുത്ത ചോദ്യമാണ് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി. മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫിൽട്രേറ്റിംഗ് ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വിത്ത് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു എന്ത് ചെയ്യുന്നു, നിലവിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ പെനട്രേറ്റ് ചെയ്യുന്ന രീതി, മാർക്കറ്റിൽ എന്ത് ചെയ്യുക, വളരുന്ന രീതിയാണ് ഇത്. മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി ഈസ് യൂസ്ഡ് ബൈ കമ്പനീസ് ഓർ ഓർഗനൈസേഷൻ ടു ലോഞ്ച് ഓർ ഗ്രോ ദെയർ പ്രസൻസ് ആൻഡ് കസ്റ്റമർ ബേസ് വിത്തിൻ വൺ ഓഫ് ദെയർ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഓർ ആൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വേർ എ സിമിലർ പ്രൊഡക്റ്റ് ഓർ ഓഫർ ഓൾറെഡി എക്സിസ്റ്റ്. നിലവിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വീണ്ടും പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്ന അവിടെ വളർച്ചയിൽ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു സെഗ്മെൻറ്റാണ് ഇത് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. Psychographic segmentation has been used in marketing research as a form of market segmentation which divide consumers into subgroups based on
സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് മോട്ടിവേഷൻസ്, ബിലീഫ്സ്, അതുപോലെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ലൈക്സ്, ഡിസ്ലൈക്ക്, ഇന്നർ ബിലീഫ്സ്, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പേഴ്സണാലിറ്റി ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്നാൽ എന്താണ്? അല്ലേ, ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്കൊരു പേരിടാറുണ്ട്. നെയിമിങ് എ ചൈൽഡ്, അല്ലേ, ഒരു കുട്ടിക്കൊരു പേരിടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പേർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദാറ്റ് ചൈൽഡ്. ആ കുട്ടിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടിക്ക് പേരിടുന്നത്, അല്ലേ. അതുപോലെ ഡിസ്റ്റിങ്വിഷ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രോഡക്റ്റിന് ബ്രാൻഡ് ചെയ്യുന്നത്. ബ്രാൻഡ് മീൻസ് ഗിവിങ് എ നെയിം ഓർ ഐഡൻറ്റിറ്റി ടു എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് സത്യത്തിൽ ബ്രാൻഡിങ് എന്നുള്ളത്. ബൈ ക്രിയേറ്റിംഗ് എ നെയിം, സിമ്പിൾ ഓർ ഡിസൈൻ. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു നെയിമോ അല്ലെങ്കിൽ സിമ്പിളോ ഡിസൈനോ ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? എ മാർക്കറ്റർ ക്യാൻ ഡിഫറൻഷിയേറ്റ് ദി പ്രൊഡക്റ്റ് ഫ്രം ദി കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ സാധിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്തതാണ് ഡിഫൈൻ ലേബലിംഗ് എന്നുള്ളത്. ലേബലിംഗ് ഇസ് എ പാർട്ട് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇത് ലേബലിംഗ് എന്നുള്ളത്. ഇറ്റ് എനാബിൾസ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. പ്രൊഡക്റ്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ലേബലിംഗ് എന്നുള്ളത്. ഇൻ ലേബലിംഗ്, പുട്ടിങ് എ ലേബിൾ ഇൻ ദി പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നു? ലേബൽ വെക്കുന്നു. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ നെസസറി ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി പ്രോഡക്റ്റ്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യും? അതിൽ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്, അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു, കൊക്കക്കോളയുടെ ഒരു ലേബൽ താഴെ കൊടുത്തിരിക്കുന്നു, അല്ലേ. ബ്രാൻഡ് ഇൻഫോർമേഷൻ ഉണ്ട്, ലീഗൽ ഡെസ്ക്രിപ്ഷൻ ഉണ്ട്, കമ്പനി ഇൻഫോർമേഷൻസ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലേബലിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് വാട്ട് യു മീൻ ബൈ ബൈയിങ് മോട്ടീവ്സ്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സ്. ബൈയിങ് മോട്ടീവ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബൈയിങ് മോട്ടീവ് ഈസ് ദ ഏർജ് ഓർ മോട്ടീവ്സ് സാറ്റിസ്ഫൈ എ ഡിസയർ ഓർ നീഡ് ദാറ്റ് മേക്സ് പീപ്പിൾ ബൈ. ബൈയിങ് മോട്ടീവ്സ് എന്ന് വെച്ചാൽ ഒരു ആവശ്യമാണ്, നീഡ്സ് ആണ് ആക്ച്വലി, അല്ലേ. ഓൺ ദ ബേസ് ഓഫ് നീഡ്സ് കസ്റ്റമേഴ്സ് ക്യാൻ പർച്ചേസ് എ പ്രോഡക്റ്റ്. ആവശ്യമുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഒരു പ്രോഡക്റ്റിനെ ആര് പർച്ചേസ് ചെയ്യുള്ളൂ? ഒരു ആൾ പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കും. ദാഹിക്കുന്നുവെങ്കിൽ വെള്ളം വാങ്ങി കഴിക്കും. അതാണ് മോട്ടീവ്സ് എന്നുള്ളത്. ബൈ മോട്ടീവ് ഈസ് എ ഏർജ് ഓർ മോട്ടീവ് ടു സാറ്റിസ്ഫൈ എ ഡിസയർ ഓർ നീഡ് ദാറ്റ് മേക്സ് പീപ്പിൾ ബൈ ഗുഡ്സ് ഓർ സർവീസസ്. ബിഹൈൻഡ് എവറി പർച്ചേസ് ദർ ഈസ് എ ബൈയിങ് മോട്ടീവ്. ഏതൊരു പേർച്ചേസിൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരുപാട് ബൈയിങ് മോട്ടീവ്സ് ഉണ്ട്. ഒരുപാട് ബൈയിങ് മോട്ടീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് പോയിട്ട് നമ്മൾ വാങ്ങുന്നത്. കാറ് വാങ്ങുകയാണെങ്കിലും, ബൈക്ക് വാങ്ങുകയാണെങ്കിലും, വീട്ടിലേക്കുള്ള ഫാന് വാങ്ങുകയാണെങ്കിലും, എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബൈയിങ് മോട്ടീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈഡ് ഓർ പ്രസ്റ്റീജ്. പ്രൈഡ് അതുപോലെ പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുക? ആളുകൾ വലിയ വലിയ കാറുകൾ, അല്ലേ, വില കൂടിയ വസ്ത്രങ്ങൾ ഒക്കെ ധരിക്കുക. അതുപോലെ ഇമുലേഷൻ ഓർ ഇമിറ്റേഷൻ്റെ ഭാഗമായിട്ട് പണക്കാരെന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളെന്താണോ ചെയ്യുന്നത് അതേ സംഗതി എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതേ പ്രോഡക്റ്റ് വാങ്ങുന്ന രീതി. അതുപോലെ അഫെക്ഷൻ്റെ ഭാഗമായിട്ട്, അതുപോലെ കംഫേർട്ട് ഓർ ഡിസയർ ഫോർ കംഫേർട്ട്. ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട്, അതുപോലെ കംഫേർട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, അതുപോലെ സെക്സ് അപ്പീൽ ഓർ സെക്ഷ്വൽ അട്രാക്ഷനോ സെക്സ് അപ്പീലോ കാരണം, അതുപോലെ അംബിഷന്, ഡിസയർ ഫോർ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓർ ഇൻഡിവിജ്വാലിറ്റി, മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ചില പ്രോഡക്റ്റുകൾ വാങ്ങുന്നൊരു മോട്ടീവ്. അതുപോലെ ഡിസയർ ഫോർ റിക്രിയേഷൻ ഓർ പ്ലഷർ. എന്ത് ചെയ്യുക? വിശ്രമവേളകൾക്ക് വേണ്ടിയിട്ടോ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ വാങ്ങുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനിമക്ക് പോകുന്നു, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകുന്നു. അതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ ഹങ്കർ ഓർ തേഴ്സ്റ്റ്, ദാഹം, വിശപ്പ് മുതലായവ. അതുപോലെ ഹാബിറ്റ്, നമ്മളുടെ ചില ശീലങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യും? ചില പ്രൊഡക്റ്റുകൾ വാങ്ങും. എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ശീലമാണ്, സ്ഥിരമായിട്ട് ഗാർഡനിങ് ചെയ്യുന്ന ഒരാൾ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള പോട്ടുകൾ വാങ്ങും, ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള സീഡ്സ് വാങ്ങും. ഇതൊക്കെ എന്താണ്? ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്.
അടുത്തതാണ് വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്, എക്സ്പ്ലെയിൻ ദി കോമ്പണൻസ്. മാർക്കറ്റിംഗ് മിക്സ് ഇൻക്ലൂഡ്സ് 4 P's. എല്ലാവർക്കും അറിയാം 4 P's ഓഫ് മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇങ്ങനെ തന്നെ പറയണം. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നീ 4 കാര്യങ്ങളാണ്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റിൻ്റെ വെറൈറ്റി, ഫീച്ചേഴ്സ്, ക്വാളിറ്റി, ഡിസൈൻ, സൈസസ്, ബ്രാൻഡ്, പാക്കേജിങ്, സർവീസസ്, വാറൻറ്റീസ് ഒക്കെയാണ് പ്രോഡക്റ്റിൽ വരുന്നത്. പ്രൈസിൻ്റെ കേസിൽ വരുമ്പോൾ അത് ലിസ്റ്റ് പ്രൈസ്, ഡിസ്കൗണ്ട്സ്, അലവൻസസ്, പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റ് ടേംസ് മുതലായവയാണ്. പ്ലേസിൻ്റെ കേസിൽ വരുമ്പോൾ ചാനൽസ്, കവറേജ്, അസോർട്ട്മെൻറ്റ്സ്, ലൊക്കേഷൻസ്, ഇൻവെൻട്രി, ട്രാൻസ്പോർട്ട് മുതലായവ. പ്രൊമോഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് മുതലായവ. ഇതാണ് ഓരോന്നിൻ്റെയും കീഴിൽ വരുന്നത്. സോ ബേസിക്കലി ദ 4 P's ഓഫ് മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലൈക്ക് ഹോൾ ഹ്യൂമൻ ബീയിങ്സ്, പ്രൊഡക്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇനീഷ്യേഷൻ ഓർ ഇൻട്രൊഡക്ഷൻ ആൻഡ് ആൻ എൻഡ്. ഒരു ഉൽപ്പന്നത്തിന് ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ എന്തുണ്ട്? ഒരു തുടക്കവുമുണ്ട്, ഒരു ഒടുക്കവുമുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഗ്രോത്ത് എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേജാണ് മെച്യൂരിറ്റി എന്നുള്ളത്. നാലാമത്തെ സ്റ്റേജാണ് ഡിക്ലൈൻ എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കൂടിയ രീതിയിലുള്ള വളർച്ചകൾ, സെയിൽസും പ്രോഫിറ്റൊക്കെ കൂടി വരുന്നു. മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ സെയിൽസും പ്രോഫിറ്റുമൊക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നു? ഏറ്റവും പീക്ക് അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. അതെന്ത് ചെയ്യുന്നു? ഗ്രാഫ് താഴേക്ക് വരാൻ തുടങ്ങുന്നു. സെയിൽസൊക്കെ കുറയാൻ തുടങ്ങുന്നു. ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ സെയിൽസ് കുറവാണ്, കോസ്റ്റ് കൂടുതലാണ്. സോ എന്ത് ചെയ്യുന്നു? അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെയാണ് ചെയ്യുക. ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത്. ഇത് വിശദമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി സ്റ്റേജസ് ഇൻ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്. അതിൽ പറയുന്നു വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഉൽപ്പന്നം വാങ്ങുവാനുള്ള തീരുമാനത്തിലേക്ക് ഒരു കസ്റ്റമർ, ഉപഭോക്താവ് എത്തിച്ചേരുന്നത്. ഓക്കെ, ഏതെല്ലാം ഘട്ടങ്ങളാണ്? ഫസ്റ്റ് വൺ, സ്റ്റേജ് 1 റെക്കഗ്നിഷൻ ഓഫ് പ്രോബ്ലം ഓർ നീഡ്. ഒരു പ്രോബ്ലത്തെയോ അല്ലെങ്കിൽ ഒരു നീഡിനെയോ മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, സ്റ്റേജ് 2 സെർച്ച് ഫോർ ഇൻഫോർമേഷൻ. എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പോവുക. ബിഗിൻ ലുക്ക് അറൗണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഔട്ട് ദർ ഇൻ ടേംസ് ഓഫ് ചോയ്സ് ആൻഡ് ദേ സ്റ്റാർട്ട് ടു വർക്ക് ഔട്ട് വാട്ട് മൈറ്റ് ബി ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. എന്ത് ചെയ്യും? അവരുടെ നീഡ്സിനെ, പ്രോബ്ലത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള പ്രൊഡക്റ്റ് ഏതാണ് എന്നതിനെക്കുറിച്ച് അവർ ഇൻഫോർമേഷൻ ചെയ്യും, അവർ കളക്ട് ചെയ്യും. എന്നിട്ടോ സ്റ്റേജ് 3 ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ ആൾട്ടർനേറ്റീവ്. നമുക്ക് കിട്ടിയ ആൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ സ്റ്റേജ് 4 മേക്ക് യുവർ ചോയ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു നല്ലൊരു പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അഞ്ചാമത്തതോ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. അതായത് ദ പ്രോസസ് കണ്ടിന്യൂസ് ഈവൻ ദി പ്രൊഡക്റ്റ് ഓർ സർവീസ് കൺസ്യൂംഡ്. ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പോലും എന്ത് ചെയ്യുന്നു? അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ റെക്കഗ്നിഷൻ ഓഫ് എ പ്രോബ്ലം ഓർ നീഡ് ഒന്നാമത്തേത്. അതിന് എക്സാമ്പിളാണ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ദാഹിക്കുന്നു അല്ലേ? തേഴ്സ്റ്റ് വന്നു അല്ലേ? ഭയങ്കര ദാഹം വന്നു. സോ അതൊരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ നീഡാണ്. സോ സെർച്ച് ഫോർ ഇൻഫോർമേഷൻ. അപ്പോൾ ദാഹിക്കുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു അല്ലേ? ലൈമുണ്ട്, വിവിധ ജ്യൂസുകളുണ്ട്, അതുപോലെ പച്ചവെള്ളമുണ്ട്, ചൂടുവെള്ളമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ എന്ത് ചെയ്യുന്നു? സ്റ്റേജ് 3 എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ ആൾട്ടർനേറ്റീവ്. ലഭ്യമായിട്ടുള്ള ഈ ആൾട്ടർനേറ്റീവുകൾ, പാല്, കഞ്ഞി പറഞ്ഞ എല്ലാ സാധനങ്ങളും കുടിക്കാൻ പറ്റിയ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ സ്റ്റേജ് 4 നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോട്ടിൽ വാട്ടർ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. അതുപോലെ അതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷനും. ഇതോട് കൂടിയിട്ടാണ് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അടുത്തതാണ് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് പ്രൈസിങ് പോളിസീസ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസിങ് പോളിസീസ് അല്ലെങ്കിൽ പ്രൈസിങ് മെത്തേഡുകളുണ്ട്. കോസ്റ്റ് ബേസ്ഡ്, ഡിമാൻഡ് ബേസ്ഡ്, കോമ്പറ്റീഷൻ ബേസ്ഡ്, അതർ പ്രൈസിങ് മെത്തേഡ്സ്, ഇങ്ങനെ ഒരുപാടുണ്ട്. സോ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, മാർക്കറ്റ് പ്രൈസിങ്, വാല്യൂ പ്രൈസിങ്, ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്, ഗോയിങ് റേറ്റ് പ്രൈസിങ്, ട്രാൻസ്ഫർ പ്രൈസിങ് മുതലായവയാണ് അത്.
അടുത്തതാണ് ബ്രിങ് ഔട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഇസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് ദി പ്രൊഡക്റ്റ് ആൻഡ് ദി സെയിൽസ്. സോ ദർ ആർ സോ മെനി അഡ്വർടൈസിങ് മീഡിയാസ് ഓർ ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ്. ഒരുപാട് അഡ്വർടൈസിങ് മീഡിയാസ് ഉണ്ട്. ഒരുപാട് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട്, ഒരുപാട് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഔട്ട്ഡോർ അഡ്വർടൈസിങ്, അതുപോലെ പ്രിൻ്റ് അഡ്വർടൈസിങ്, ഡിജിറ്റൽ അഡ്വർടൈസിങ്, മൊബൈൽ അഡ്വർടൈസിങ് മുതലായവ ഇതിന് എക്സാമ്പിളാണ്. റേഡിയോ അഡ്വർടൈസിങ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ചാനൽ. മാർക്കറ്റിംഗ് ചാനൽസിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? സോർട്ടിംഗ്, അലോക്കേഷൻ, പ്രൊഡക്റ്റ് പ്രൊമോഷൻ, റിസ്ക് ടേക്കിംഗ്, നെഗോഷിയേഷൻ, അസോർട്ടിംഗ്, അക്യുമുലേഷൻ മുതലായവയാണ് മാർക്കറ്റിംഗ് ചാനൽസിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് എക്സ്പ്ലെയിൻ പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സ് എന്നാൽ എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് പോലെ, പ്രൊഡക്റ്റ് മിക്സ് പോലെയൊക്കെ എന്താണ്, പ്രൊമോഷൻ മിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊമോഷൻ മിക്സ് റെഫേഴ്സ് ടു ദ സെവറൽ പ്രൊമോഷണൽ ടൂൾ യൂസ്ഡ് ഫോർ ബൈ ദി ബിസിനസ് ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ, ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന, എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് ഈ പ്രൊമോഷൻ മിക്സ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ ബ്ലെൻഡ് ഓഫ് സെവറൽ പ്രൊമോഷണൽ ടൂൾസ് ആൻഡ് ടെക്നിക്. വ്യത്യസ്തമായ പ്രൊമോഷണൽ ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് പ്രൊമോഷൻ മിക്സ് എന്ന് അറിയപ്പെടുന്നത്. അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ ഓർ പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ എന്താണ്, പ്രൊമോഷൻ മിക്സിലുള്ള കോമ്പോണൻസുകളാണ്, പ്രൊമോഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്കുകളാണ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ് ഹൂ ഈസ് ദ മിഡിൽ മാൻ? എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ ആരാണ്? ഏതെല്ലാം തരത്തിലുള്ള മിഡിൽ മാൻ ഉണ്ട് എന്നുള്ളതാണ്. മിഡിൽ മാൻ ആക്ട് ആസ് എ ഹാഫ് വേ ഹൗസ് ബിറ്റ്വീൻ ദി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് ദി കൺസ്യൂമർ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയും ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആര്? മിഡിൽ മാൻ എന്നുള്ളത്. ദേ ഫെസിലിറ്റേറ്റ് ദ ഈസി ഫ്ലോ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം ദി പ്രൊഡ്യൂസർ ടു ദി കൺസ്യൂമർ. പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുന്നു, സേവനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് എക്സ്പ്ലെയിൻ വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രൈസിങ് മെത്തേഡ്. പ്രൈസിങ് മെത്തേഡ് ഒരുപാടുണ്ട്. സൈക്കോളജിക്കൽ പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, ഓപ്ഷണൽ പ്രൈസിങ്, പ്രീമിയം പ്രൈസിങ്, ബണ്ടിൽ പ്രൈസിങ്, പെനട്രേഷൻ പ്രൈസിങ്, സ്കിമ്മിങ് പ്രൈസിങ്, ഇങ്ങനെ മുതലായ പ്രൈസിങ് മെത്തേഡുകളാണ് ഉള്ളത്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ബേസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ is simply means dividing the entire consumer into different groups on the basis of income, age, ലൈഫ് സ്റ്റൈല് എക്സെട്ര. ഒരുപാട് കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ, മൊത്തം കസ്റ്റമേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർലിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട്. ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഹോർലിക്സ് എന്ത് ചെയ്തു, വുമൺസ് ഹോർലിക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ഇറക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കോൺസെൻട്രേറ്റിംഗ് സെയിൽസ് ഇൻ വുമൺ. ആ വുമൺസ് എന്ത് ചെയ്യുക, വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വുമൺസ് ഹോർലിക്സ് എന്ന് പറയുന്ന സംഗതി. അതുപോലെ ജൂനിയർ ഹോർലിക്സ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ജൂനിയർ ഹോർലിക്സ് എന്ന് പറയുന്ന ഹോർലിക്സ് അവതരിപ്പിച്ചു. ഇതൊക്കെ ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണുള്ളത്. ജിയോഗ്രഫിക്, ഡെമോഗ്രഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയർ, ഇത്രയുമാണ് അതിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.